അല്ലാ മനുവാ ആ എന്താ അസ്സലാമലൈക്കും. നല്ല വർത്താനം സലാം, നല്ല വർത്താനം. ശരി എത്തപ്പോ ഇങ്ങനെ ആലോചിച്ച കുത്തിരിക്കണേ അപ്പൊ മനു അപ്പൊ അങ്ങനെയാണ് എത്തപ്പോ ഇങ്ങനെ ആലോചിച്ച കുത്തിരിക്കല് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെറുതെ എന്തെങ്കിലും കാണാൻ ആ പാടില്ല. ശരി. ഞാനും കുറെ കാലം ഇങ്ങനെ ഓർക്കണേ, ഞാൻ ഇടക്കിടങ്ങനെ ഓർക്കും. ഒരു കാര്യം ഇവിടെ പൊടിയാണ് ഇവിടെ. കോട്ടിയൊക്കെ ഇപ്പൊ നമ്മള് മണ്ണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ശരി ₹10. ഇപ്പച്ചിക്ക് പണിയൊന്നും ഇല്ലല്ലോ. ഇപ്പച്ചി അറിയില്ല. ഇപ്പച്ചിന്റെ അടുത്ത് ആകെ ഒരു കീറിയ ഇരുവിനോട്ടല്ലേ. ഇതന്നെ ഇപ്പൊ ആരും എടുക്കാത്തോണ്ട് ബാക്കി തന്നെ. ഇപ്പച്ചി പണി ഉണ്ടാകുമ്പോ തരണം കേട്ടോ. നിങ്ങളെ കജ്ജെടുത്താണ് നിങ്ങളടുത്ത് എന്ന് ചോദിച്ചാലും ഒരു പൈസ ഉണ്ടാവില്ല. ഇപ്പൊ കണ്ടല്ലേ ജി, കുട്ടികളെ അവസ്ഥയാണ് ഇപ്പൊ. നമ്മുടെ അടുത്ത് പണിയില്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ഇതാണ് ഇപ്പൊ പ്രശ്നം. അത് മാനോ പണിയില്ലാത്ത ഈ പ്രശ്നങ്ങളും കുട്ടികളെ ബുദ്ധിമുട്ടൊക്കെ എല്ലായിടത്തും ഉണ്ട്. നമ്മൾക്കിപ്പോ ഇത് ഓയ്ക്കിപ്പോ ഇതൊന്നും അറിയണ്ട. നമ്മള് ആകെ എല്ലാ പ്രശ്നം എന്താ വെച്ചാല് ഓല് ചോദിച്ചത് നമ്മൾ പണി ഉണ്ടോ പണി ഇല്ലേ എല്ലാം നമ്മൾ ആലോചിച്ചില്ല. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടോ അതൊന്നും നമ്മൾ നോക്കില്ല. നമ്മൾ വായ്പ ആയാലും കടം കള്ളിയാലും വാങ്ങിയിട്ട് നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കലുണ്ട്. അപ്പൊ ഓയ്ക്കിപ്പോ നമ്മൾ ഈ പണിയില്ലാത്ത സമയം ഓയ്ക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമല്ല. അതാണ് അവിടെയാണ് വിഷയം. അപ്പൊ അവിടെയാണ് വിഷയം എന്ന് പറഞ്ഞാൽ അതായത് നമ്മള് ഓലെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പണിയും കാര്യം ഇല്ലാത്തതും നമ്മളെ ബുദ്ധിമുട്ടും നമ്മളെ അടവും കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ഓൽക്ക് എവിടുന്നെങ്കിലും ഓല പറഞ്ഞ സംഗതി അല്ലെങ്കിൽ ഓല് ആ വേണമെന്ന് പറഞ്ഞ സംഗതി നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് നമ്മളെ ബുദ്ധിമുട്ടറിയില്ല. വാപ്പ നയിച്ചിട്ട് വേണം, വാപ്പാനെ കൈകൊണ്ടനെ കിട്ടിയിട്ട് വേണം, വാപ്പാനെ ഇടങ്ങാറാക്കണ്ട, അങ്ങനത്തെ ഒരു ഇതൊന്നും ഓയ്ക്കില്ലല്ലോ. ഇതിപ്പോ എല്ലാവരും നടക്കുന്ന സംഭവമാണ്. സംഭവമാണത്. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇനിയിപ്പോ കൊലക്കെ നമ്മളെ പോലെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ നമ്മൾ ഓലെ വളർത്തി കുട്ടിക്കും. 18 വയസ്സ് തികയാന്ന് കേൾക്കാം. ഒരു സ്കൂൾക്ക് പോകും. നമ്മളെ കുട്ടി നല്ല കുട്ടികൾ, നമ്മളെ കുട്ടി ഒന്നും ചെയ്യൂല, നമ്മളെ കുട്ടി അങ്ങനത്തെ ഒന്നും പോകില്ല, എന്റെ കുട്ടി വെച്ച വിശ്വാസമാണ് എന്ന് നമ്മള് പറയുമ്പോ തള്ളാറ് കുടിക്കാതെ ഓളത്ത് അങ്ങനത്തെ ഒന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ പറയുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ നമ്മൾ രാവിലെ പണി അന്വേഷിച്ച് പോവും. ഇവര് പറയണല്ലേ നമുക്ക് കാര്യം. പക്ഷെ 18 വയസ്സായി നമ്മൾ കുട്ടികൾക്ക് കല്യാണക്കാരെ കൊണ്ടുപോകുമ്പോഴേക്കാരം ഇവരത്തെ ആദ്യ സ്വഭാവം നമ്മൾ അറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുടുങ്ങാണ്. ഞാൻ ചോദിക്കാം, ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നതാണ്. ഓര് ഈ ഒരു 5-8 മാസം കൊണ്ട് എന്താകും, ആരെയിലൊക്കെ കമ്പനിയാവും. പിന്നെ ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, ഓ മതി, ഓനാണ് ഓർക്ക് എല്ലാം. പിന്നെ നമ്മളെ പച്ച ചവിട്ടി തേച്ചുകൾ പോവുക. ആലോചിക്കുക ഇപ്പത്തെ കാലഘട്ടം. എന്നിട്ട് പോയി പെടുന്നത് അവിടെ മയക്കുമരുന്ന്, കഞ്ചാവ്, പിന്നെ മദ്യക്കടത്ത്, പെൺവാണിഭം, ഇതിലൊക്കെ ചെന്നിട്ട് ഈ കൊണ്ടുപോകാൻ എന്താട്ടും ഓരോ ആവശ്യം ഞങ്ങൾ ഒഴിവാക്കി. എത്ര എണ്ണം അങ്ങനെ ഉണ്ട് നമ്മൾ കാണണല്ലേ. ഇന്നത്തെ സമൂഹമാണ്, ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് പോണത്. അപ്പൊ ഇതിലൊന്നും നമ്മൾ ആലോചിക്കണ്ട. ശരിക്കും ഞാൻ ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, കോഴിക്കളില്ലേ, കോഴിക്കളെ കണ്ടു അത് കുട്ട വിരിഞ്ഞ് ചാക്കി പൊറുക്കി തിന്നാൻ കൊടുത്ത് ഓല് സ്വന്തം തിന്നൽ തുടങ്ങി ആയിട്ടുള്ള കൊത്തിയാക്കി. പിന്നെ അതിനെപ്പറ്റി യാതൊരു ടെൻഷനും ഇല്ല. പക്ഷെ നമ്മളിത് നിലത്തും തലയിലും വെക്കാതെ വളർത്തി 10-12 കൊല്ലം വളർത്തി പോലെ നമുക്കൊരു സന്തോഷപ്പെട്ട ഒരു വിശേഷപ്പെട്ട ദിവസമാണ് പോലെ കുട്ടികളെ കല്യാണം എന്ന് പറഞ്ഞാൽ വാപ്പാരും ഏറ്റവും വലിയ ആഗ്രഹമുള്ള സമയമാണ് അല്ലെ. ആ സമയം വരുമ്പോൾ ഓർക്ക് ഇഷ്ടപ്പെട്ട അവിടെ ജാതി മത കാര്യങ്ങളൊന്നും ഉമ്മാനും ബാപ്പാനും ചിന്തിക്കണില്ല. ആലോചിച്ചില്ല. അതാണ് ഇന്നത്തെ സമൂഹം അല്ലേ. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരണം. മാറ്റം വരണം എന്ന് ഇജ്ജും ഞാനും വിചാരിച്ചിട്ട് കാര്യമില്ല. മാറ്റം വരണം എന്നുണ്ടെങ്കിൽ പോലീസുകാരെയും നാട്ടുകാരെയും മാത്രം കാത്തുനിന്നൊരു കാര്യമല്ല. ഓൽക്കൊക്കെ എത്തിപ്പെടേണ്ടിയും ചെന്ന് പെടേണ്ടിയൊക്കെ ഒരു പരിധി ഉണ്ട്, ഏരിയകൾ. ആ ഏരിയ ഓൽക്ക് പറ്റുള്ളൂ. ഇതിൽ ഏറ്റവും നല്ല എനിക്ക് പറയാനുള്ളത് അവരെ കൂടെ നമ്മൾ രക്ഷിതാക്കളും കൂടി കൂടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവർ പഠിക്കുന്ന സ്കൂളിൽ പോവുക, ഒന്ന് അന്വേഷിക്കുക, അവർ വരുന്ന ബൈക്ക് പോയിട്ട് ഒന്ന് അന്വേഷിക്കുക. അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ല നമ്മൾ അന്വേഷിക്കണം. നമ്മളും അവരെ കൂടെ ഒപ്പം നിന്നിട്ട്. ഇപ്പൊ നമ്മളെ രക്ഷിതാക്കന്മാർക്ക് വേറെ അറിവില്ല. ചില ആളുകൾക്ക് എന്റെ കുട്ടിനെ തന്നെ പെഞ്ഞോട് വന്നിട്ട് ഒരാൾ പറയാണ് കുട്ടി ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുണ്ട്, അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയാം നമ്മളെ കുട്ടികൾ ഒന്നും ചെയ്യൂല. പക്ഷെ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരാൾ വന്ന് പറയുമ്പോൾ അതിൽ സത്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ട് ആ പറയുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടുള്ളൂ. പക്ഷെ നമ്മളെന്ത് ചെയ്യാം, അവന്റെ വീട്ടുകളുള്ളൂ, എന്റെ കുട്ടികളല്ല, എന്റെ കുട്ടികളല്ല അവന്റെ, അതൊരിക്കലും പാടില്ല. അപ്പൊ നമ്മൾ ഇതിന്ന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസുകാരും നാട്ടുകാരും മാത്രം കാത്തു നിൽക്കാതെ നമ്മള് വീട്ടിലെ രക്ഷിതാക്കന്മാര് അവരെ കൂടെ കൂടിയിട്ട് നമ്മളും രംഗത്തേക്ക് ഇറങ്ങാം, നമ്മളെ കുട്ടികൾക്കും വേണ്ടിയിട്ട്. അല്ലാതെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഘടന മാത്രമേ നമ്മൾ കാത്തുനിന്നിട്ട് കാര്യമില്ല. അന്നത്തെ കാലത്ത് ഒരു മാറ്റം വരില്ല. പക്ഷെ ഈ രീതിക്കാണെങ്കിൽ കുറച്ചൊക്കെ ഒരു മാറ്റം വരും. പരിപൂർണമായിട്ട് പറയാൻ പറ്റും. എല്ലാവരും കൂടി നോക്കുകയാണെങ്കിൽ പക്ഷെ നമ്മളിത് പറയുമ്പോൾ നമ്മളീ വിമർശിക്കാനുള്ള അത് നമുക്ക് വിഷയമല്ല. പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഭാവിയാണ് വലുത് അല്ലെ. അതെല്ലാവരും ചിന്തിച്ചാൽ കുറെ കഴിച്ചിലാവും. അത്രേ ഉള്ളൂ.
അപ്പൊ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഞങ്ങൾക്ക് രണ്ടാൾക്കും പറയാനുള്ളത് എന്താണ് പറഞ്ഞോക്ക, നമുക്കിത് എല്ലാരും കൂടി ഒന്ന് ഒത്തുപിടിക്കാം, ഒത്തുപിടിച്ചിട്ട് അതെ, ഒരുമിച്ച് ഒരുമിച്ച് മുന്നേറാം. അതാണ് നമുക്ക് പറയാൻ.